ഏത് വിശുദ്ധൻ്റെ തിരുനാളാണ് ആഘോഷിക്കുന്നത്? ആരുടെയാണ് അറിയാമോ? ആരുടെ? എസ്തപ്പാനോസ്, വിശുദ്ധ സ്റ്റീഫൻ, സെൻറ്റ് സ്റ്റീഫൻ. പറഞ്ഞു തന്നാന്ന് തോന്നുന്നു അല്ലേ? എന്നാലും കേൾക്കാൻ പറ്റി. പറഞ്ഞു തന്നത് കേട്ട് പറഞ്ഞു, നല്ല കാര്യമാണ്. വിശുദ്ധ സ്റ്റീഫൻ്റെ പ്രത്യേകത എന്താണ്? സഭയിലെ ആദ്യത്തെ രക്തസാക്ഷിയാണ് സെൻറ്റ് സ്റ്റീഫൻ. ഇന്ന് നമ്മൾ വായിക്കുന്ന ലേഖന ഭാഗം അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ എങ്ങനെയാണ് എസ്തപ്പാനോസ് വധിക്കപ്പെടുന്നത്, എങ്ങനെയാണ് രക്തസാക്ഷിത്വം വരിക്കുന്നത് എന്നുള്ളതാണ്. 2 ചിത്രങ്ങൾ നമ്മൾ കാണും. ഒന്നാമത്തേത്, ഈ സെൻറ്റ് സ്റ്റീഫനെ കൊല്ലാനായിട്ട് യഹൂദ മത നേതൃത്വവും യഹൂദര് ജനക്കൂട്ടവും വരുമ്പോൾ അവരെ പറ്റി വചനത്തിൽ പറയുന്നത് അവൻ്റെ നേരെ അവർ കോപാക്രാന്തരായി പല്ല് കടിച്ചു എന്നാണ്. പേടിപ്പെടുത്തുന്ന ഒരു സീനാണ്. സ്റ്റീഫൻ ഇങ്ങനെ നിൽക്കുന്നു. സ്റ്റീഫൻ്റെ മുമ്പിൽ വലിയ ജനക്കൂട്ടം കോപാക്രാന്തരായി പല്ല് കടിച്ചു എന്നാണ്. അവരുടെ മുഖത്തേക്ക് നോക്കിയാൽ, ആ ജനക്കൂട്ടത്തിൻ്റെ അടുത്തേക്ക് നോക്കിയാൽ തീർച്ചയായിട്ടും ആരും പേടിച്ചു പോകും. എസ്തപ്പാനോസ് എന്താണ് ചെയ്യുന്നത്? എസ്തപ്പാനോസിനെ പറ്റി പറയുന്നത്, അവൻ ആ സമയത്ത് ഈ ജനക്കൂട്ടത്തെ അല്ല നോക്കുന്നത്, അവൻ സ്വർഗത്തിലേക്ക് നോക്കി. അവിടെ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നത് കണ്ടു. ഇതാണ് എസ്തപ്പാനോസ് ചെയ്യുന്നത്. അങ്ങനെ നോക്കിയത് കൊണ്ടാണ് പേടിപ്പെടുത്തുന്ന ഒരു ജനക്കൂട്ടം മുമ്പിൽ നിൽക്കുമ്പോഴും അവരുടെ മുഖത്തേക്ക് നോക്കുന്നതിന് പകരം ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കാനായിട്ട് കണ്ണുകൾ ഉയർത്താൻ സാധിക്കുന്നൊരു വിശ്വാസം എസ്തപ്പാനോസിനുണ്ടായതുകൊണ്ടാണ് ആ പ്രതിസന്ധിയുടെ നടുവിലും സമചിത്തത കൈവിടാതെ ശാന്തനായി നിൽക്കാൻ, അതിനെ നേരിടാൻ, എതിരേൽക്കാൻ എസ്തപ്പാനോസിന് സാധിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും പ്രതിസന്ധികളുണ്ടാകും. ഇതുപോലെ കോപാക്രാന്തരായ ജനക്കൂട്ടം കല്ലുകളുമായി നമ്മുടെ അടുക്കിലേക്ക് വരില്ലായിരിക്കും. പക്ഷേ നിരവധി പ്രതിസന്ധികൾ ഒന്നിനു പിറകെ ഒന്നായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വരാം. രോഗത്തിൻ്റെ രൂപത്തിൽ, നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുന്നതിൻ്റെ രൂപത്തിൽ, സാമ്പത്തിക പ്രതിസന്ധികളുടെ, കടക്കെണികളുടെ രൂപത്തിൽ, ജീവിത ബന്ധങ്ങളിലെ വിള്ളലുകളുടെ രൂപത്തിലൊക്കെ ധാരാളം പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിലേക്ക് ആഞ്ഞടിക്കാം. അത്തരം സാഹചര്യങ്ങളിൽ എസ്തപ്പാനോസിനെ പോലെ ആ പ്രതിസന്ധികളിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിൽക്കാതെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് കണ്ണുകൾ ഉയർത്താനായിട്ടുള്ള വിശ്വാസത്തിൻ്റെ ആഴം നമുക്കുണ്ടായാൽ ആ പ്രതിസന്ധികളുടെ നടുവിൽ നിൽക്കുമ്പോഴും സമചിത്തതയോടെ അതിലൂടെ കടന്നു പോകാനായിട്ട് നമുക്ക് സാധിക്കും എന്ന് എസ്തപ്പാനോസിൻ്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. 2ാമത്തെ കാര്യം, അവനെ കൊല്ലുന്ന സീനാണ്. ഈ ജനക്കൂട്ടം കല്ലെറിഞ്ഞാണ് എസ്തപ്പാനോസിനെ കൊല്ലുന്നത്. അതിന് മേൽനോട്ടം വഹിക്കുന്നത് ആരാന്നറിയാമോ? ആരാണ്? പിന്നീട് മാനസാന്തരപ്പെട്ട പൗലോസായി മാറിയ സാവൂളാണ്. ഈ ജനക്കൂട്ടം കല്ലെറിഞ്ഞ് മൃതപ്രായനായിട്ട് എസ്തപ്പാനോസ് കിടക്കുമ്പോഴും അവൻ്റെ അവസാനത്തെ വാക്കുകൾ എന്താണ്? ഈശോയെ പോലെയാണ് അവൻ പ്രാർത്ഥിക്കുന്നത്. കർത്താവേ, ഈ പാപം ഈ കല്ലെറിഞ്ഞവരുടെ മേൽ ആരോപിക്കരുതേ എന്നുള്ളതാണ്. ഇത് പറഞ്ഞ് അവൻ മരണനിദ്ര പ്രാപിച്ചു. വചനം മാംസമായി മാറുന്ന ഒരു മോമെൻ്റാണ്. വചനം പ്രവൃത്തിയിലേക്ക് വരുന്ന നിമിഷമാണ്. ഈശോയെ പോലെ അവനെ അടുത്തനുകരിക്കുന്ന എസ്തപ്പാനോസിനെയാണ് നമ്മൾ കാണുന്നത്. കല്ലെറിയുന്നവരോടും ക്ഷമിക്കാനായിട്ട് സാധിക്കുന്ന ഒരു മനുഷ്യൻ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബങ്ങളിലായാലും ചിലപ്പോൾ നമ്മൾ മക്കളുമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ അയൽവക്കങ്ങളുമായിട്ടോ സഹോദരങ്ങൾ ആയിട്ടോ ഒക്കെ സ്വത്തിൻ്റെ പേരിൽ തർക്കങ്ങളുണ്ടാകുമ്പോൾ നമ്മളുടെ ചിലപ്പോഴെങ്കിലുമുള്ള മനോഭാവം എന്താണ്? അവൻ ചെയ്തതിന് ഞാൻ തിരികെ കൊടുത്തിരിക്കും. ഈ മനോഭാവത്തിലാണ് നമ്മൾ പലപ്പോഴും ജീവിക്കുന്നത്. അവിടെ
അത്തരം മനോഭാവം മാറ്റി എസ്തപ്പാനോസിനെ പോലെ യേശുവിനെ അടുത്തനുകരിക്കാനായിട്ട്, അവനോട് ക്ഷമിക്കാനായിട്ട്, ആ ക്ഷമയുടെ സ്നേഹം ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കുമ്പോഴാണ് വചനം നമ്മുടെ ജീവിതത്തിലും മാംസം ധരിക്കുന്ന അനുഭവം ഉണ്ടാകുന്നത്. വാസ്തവത്തിൽ സാവൂളിൻ്റെ മാനസാന്തരത്തിൻ്റെ തുടക്കം ഇവിടെയാണെന്നാണ് ഞാൻ കരുതുന്നത്. ഈ ക്ഷമയുടെ ഈ വലിയ സ്നേഹം, അത് മരിക്കാൻ കിടക്കുമ്പോഴും എസ്തപ്പാനോസ് തന്നെ കല്ലെറിഞ്ഞവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നിടത്താണ് അത് കണ്ടു നിൽക്കുന്ന സാവൂളിൻ്റെ, കഠിനഹൃദയനായ സാവൂളിൻ്റെ ഹൃദയം പതുക്കെ പതുക്കെ ഇങ്ങനെ ഉരുകി തുടങ്ങുന്നത്. അങ്ങനെ അവൻ വലിയ മാനസാന്തരത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ തുടക്കം ഈ കാഴ്ചയാണ് എന്ന് വേണം കരുതാൻ. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ രണ്ട് കാര്യങ്ങളും, ഒന്നാമത്തേത് പ്രതിസന്ധികളുടെ നടുവിൽ നിൽക്കുമ്പോഴും പ്രതിസന്ധികളിൽ നോക്കി നമ്മൾ ഭയചകിതരാകാതെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി ശക്തിപ്പെട്ട് സമചിത്തതയോടെ പ്രതിസന്ധികളെ കടന്നു പോകാൻ, അതുപോലെ തന്നെ നമ്മെ വേദനിപ്പിക്കുന്നവരോട് ക്ഷമിക്കുന്ന എസ്തപ്പാനോസിൻ്റെ യേശുവിനോട് ചേർന്നുള്ള ജീവിത രീതി നമ്മുടെ ജീവിതത്തിൽ സ്വായത്തമാക്കാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം.